അപ്പോൾ ടൈറ്റിലും തമ്മിലും ഒക്കെ കണ്ടതുപോലെ തന്നെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ചില ഷോർട്ട് ഫിലിമുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. നിങ്ങൾ പലരും പല ഷോർട്ട് ഫിലിമുകളും ഇതേവരെ കണ്ടിട്ടുണ്ടാകും. പക്ഷെ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്ന ഷോർട്ട് ഫിലിമുകളിൽ അത്ര മികച്ച ഷോർട്ട് ഫിലിമുകൾ ഇന്നേ വരെ കണ്ടിട്ടുണ്ടാകില്ല. അത് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ സമ്മതിക്കും. അപ്പോൾ ഇനി അതൊക്കെ കാണാൻ വേണ്ടി അധികം വൈകിക്കാതെ ഉടനെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായി നമ്മളിവിടെ കാണാൻ പോകുന്ന ഷോർട്ട് ഫിലിമിന്റെ പേരാണ് കായൽ. ത്രില്ലർ ഷോർട്ട് ഫിലിം എന്നൊക്കെയാണ് ഇത് ഉണ്ടാക്കിയവന്മാര് പറയുന്നത്. അതെന്തായാലും കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. അപ്പോൾ ഇനി നമുക്ക് കഥാപാത്രങ്ങളെ പരിചയപ്പെടാം. അത് നായകന്റെ മാസ് എൻട്രിയിലൂടെ തന്നെ ആവാം. ശശി എന്തിയടി? അവിടെ ഉണ്ടല്ലോ. വേഗം ചന്തയിലോട്ട് ചെന്നേ. എടാ, നിന്റെ മീനൊന്നും ചെലവാകത്തില്ല. ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കുന്നില്ലേ നീ? ഞാൻ പറഞ്ഞ വെറുതെ ആയല്ലേ? ഈ സീനിൽ ഇപ്പൊ എന്താ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതാ ഈ കാണുന്നതാണ് കഥയിലെ നായിക. അപ്പൊ നായികയും നായകനും കൂടി ഒന്ന് റൊമാൻറ്റിക് ആയതാണ്. എന്തായാലും റൊമാൻസിന് പറ്റിയ BGM ആണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതാരാ പടയ്ക്കുന്ന മീനോ? ഇതെന്റെ മകളാ. അപ്പൊ നായകനെയും നായികയെയും പരിചയപ്പെട്ടു. ഇനിയാണ് കഥയിലെ വില്ലൻ. നീ ആരാ ഇവിടെ കച്ചവടം ചെയ്യാൻ? പുതിയ ആളാ. നിങ്ങളാരാ ചോദിക്കാൻ? എടാ, ഇത് കല്ലൂസന്റെ തട്ടാ. അതെ, ഇതാണ് ഈ സിനിമയിലെ കൊടൂര വില്ലൻ കല്ലൂസൻ. നല്ല ഓമനത്തം നിറഞ്ഞ പേരാണ്. പക്ഷെ തെറ്റിദ്ധരിക്കരുത്, ആള് ടെററാണ്. എന്താടാ നീ എന്നെ നോക്കുന്നേ? നേർക്ക് വാടാ. കളി വേണ്ട. ഇപ്പൊ വേണ്ട, കാണിച്ചു തരാടാ നിന്നെ. അതെ, അപ്പൊ ഇവിടെ നിന്നാണ് നായകനും വില്ലനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. അങ്ങനെ പരസ്പരം ശത്രുത മനസ്സിൽ വെച്ച് രണ്ടുപേരും അവരുടെ രണ്ടുപേരുടെയും വഴിക്ക് പോയി. നായകൻ തന്റെ റൊമാൻസിന്റെ വഴിക്ക് പോയി. വില്ലനോ തന്റെ കൊടൂര വില്ലനസത്തിലേക്കും പോയി. നീ ഒരിക്കലും കച്ചവടം ചെയ്തില്ലടാ. നിന്നെ ഞാൻ അങ്ങനെ കല്ലൂസനും ശശിയേട്ടനും തമ്മിൽ പല തട്ടലും മുട്ടലും ഉണ്ടായി. അവരുടെ ശത്രുത വളർന്നുകൊണ്ടേ വന്നു. അങ്ങനെ പോകെ പോകെ മിസ്റ്റർ കല്ലൂസൻ വലിയ വലിയ വില്ലത്തരങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങി. ചേട്ടാ, ആ കല്ലൂസൻ എന്നെ പാലത്ത് വെച്ച് കൈക്ക് പിടിച്ച് ശല്യപ്പെടുത്തി. കത്തിയോടെ നല്ല പെണ്ണുങ്ങൾക്കും വേണ്ടി കത്തി എടുത്ത് കൊല്ലാൻ പോവാണോടാ? നീ പോയാ പിള്ളേരെ വിളിച്ചല്ലോ വാളാ. ഇങ്ങനെ പോയാൽ ശരിയാത്തില്ല. അവനെ ഒതുക്കിയേ പറ്റൂ. എന്റെ മോടെ പിറന്നാൾ വിളിക്കാൻ വന്നത് എല്ലാവരും വരണം. ഒരു കൊലപാതകത്തിൽ തീരേണ്ട കേസായിരുന്നു ആ ചേച്ചി ഒറ്റ ഡയലോഗ് കൊണ്ട് ഇല്ലാതാക്കിയത്. എന്തായാലും ബർത്ത്ഡേക്ക് വിളിച്ച സ്ഥിതിക്ക് പിന്നെ കല്ലൂസനെ വെട്ടാനെടുത്ത വെട്ടുകത്തിയുമായി മിസ്റ്റർ ശശി കേക്ക് മുറിക്കാൻ പോയി. അതുകൊണ്ട് അന്നത്തെ ദിവസം ഒന്നും നടന്നില്ല, താങ്ക്സ് ടു ദാറ്റ് ചേച്ചി. പക്ഷേ കല്ലൂസൻ കൊടൂര വില്ലനായതുകൊണ്ട് ശശിയേട്ടന്റെ ഗേൾ ഫ്രണ്ടിനോട് വരെ പ്രശ്നമുണ്ടാക്കാൻ പോയി. പിന്നെ ശശിയേട്ടൻ വെറുതെ ഇരിക്കുമോ? എന്താ പ്രശ്നം? നീ ആരാ ചോദിക്കാൻ? അവൾ ഇവിടെ തന്നെ ഇരിക്കും. നീ എന്ത് ചെയ്യും? ആരോടി? നിങ്ങളിപ്പോൾ വളരെ ഇമോഷണൽ ആയിരിക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്തായാലും നേരെ അടുത്ത ഷോർട്ട് ഫിലിമിലേക്ക് കടക്കാം. അടുത്തതായി നമ്മളിവിടെ കാണാൻ പോകുന്ന ഷോർട്ട് ഫിലിമിന്റെ പേരാണ് ദ ഡെലിവറൻസ്. അപ്പോൾ ആദ്യമായി രണ്ട് പ്രധാന കഥാപാത്രങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം.
നായിക രുദ്രയും നായകൻ രാഹുലേട്ടനും. രാഹുലേട്ടൻ എന്നാ തിരിച്ചു പോകേണ്ടത്? ഇന്ന് പോകേണ്ടതായിരുന്നു, രാവിലെ കാണാത്തോണ്ടാ പോവാതിരുന്നത്. രാഹുലേട്ടന്റെ പരീക്ഷ അടുത്ത് വരികയല്ലേ, നല്ലോണം ഇരുന്ന് പഠിക്കണം. പുസ്തകം തുറക്കുമ്പോൾ ഈ മുഖമാണ് മനസ്സിൽ വരിക. പിന്നെ എങ്ങനെയാ പഠിക്കുന്നത്? A few minutes later. എനിക്ക് +2 ഫുൾ A+ കിട്ടിയതിന്, അതുകൊണ്ട്. റിയലി? കൺഗ്രാറ്റ്സ്. അപ്പൊ എന്റെ വക സമ്മാനം തരണല്ലോ. വേണം, തന്നോളൂ. ഈ രാഹുലേട്ടന് തീരെ മാനേഴ്സ് ഇല്ല. ആരെങ്കിലും കണ്ടെങ്കില് ഒന്നുമില്ല, എന്റെ പെണ്ണല്ലേ, എന്റെ മാത്രം. ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാകും രാഹുലേട്ടൻ ഒരു റൊമാൻറ്റിക് ഹീറോ ആണ്. പക്ഷെ എന്തൊക്കെയായാലും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ രുദ്രയും വീട്ടുകാരും ഒക്കെ സിറ്റിയിലേക്ക് താമസം മാറ്റി. അവിടെ പുതിയ ജീവിതം ആരംഭിച്ചു. രുദ്രയുടെ അമ്മയൊക്കെ ആണെങ്കിൽ സിറ്റി ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഏതു നേരവും ഒരു ക്ലബിൽ പോയി പൊങ്ങച്ചം കാണിക്കലാണ് മെയിൻ ഹോബി. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഇത് സിറ്റിയാണ്. പുരുഷന്മാർക്ക് ക്ലബ്ബുകളുണ്ട്, ഭാര്യമാർക്ക് അവിടെയെല്ലാം ലേഡീസ് വിങ്ങുകളുമുണ്ട്. നിന്റെ ഡാഡിയുടെ ഡിഗ്നിറ്റി നോക്കണ്ടേ? ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്കും മനസ്സിലാകുന്നില്ല. ഡാഡിയുടെ പുതിയ പോസ്റ്റിലെ ശമ്പളം എത്രയാണെന്നറിയോ നിനക്ക്? 10 ലക്ഷം. ഇത്രയും വലിയ എമൗണ്ട് ഡാഡിക്ക് എന്തിനാ? പുറത്തെ കാറ് കണ്ടോ നീയേ? 25 ലക്ഷം ആ കാറിന്. A few minutes later. ഈ കാറിനാണോ 25 ലക്ഷം രൂപ കൊടുത്തത്? കാർ ഡീലർ ഇവരെ ചതിച്ചതാണെന്നുള്ള സത്യം എന്തെങ്കിലുമൊക്കെ ഇവർ മനസ്സിലാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു നല്ല തുക സേവ് ചെയ്യുന്നുണ്ട്. അതെന്തിനാ? ഞങ്ങളുടെ സ്റ്റാറ്റസിനനുസരിച്ച് നിന്നെ അയക്കണ്ടേ? രാഹുലേട്ടന്റെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു ജോലി കിട്ടുമല്ലോ, ആ ശമ്പളം മതി ഞങ്ങൾക്ക് സുഖമായി കഴിയാൻ. ഒരു രാഹുലേട്ടൻ, അവൻ എന്തോ ഉള്ളത്, പഠിപ്പ് പോലും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും രാഹുലേട്ടനുമായുള്ള കല്യാണം രുദ്രയുടെ പാരന്റ്സിന് ഇഷ്ടമല്ല. അവരുടെ പ്ലാൻ മറ്റൊന്നായിരുന്നു. രുദ്രയുടെ അമ്മയുടെ അച്ഛൻ ഒരിക്കൽ വീട്ടിൽ വന്ന് കാര്യം തിരക്കിയപ്പോൾ അവരുടെ പ്ലാൻ അവർ വെളിപ്പെടുത്തി. അവനേക്കാൾ ഡിഗ്രിയും പണവും സ്റ്റാറ്റസും ഉള്ള ഒരു പയ്യനെ ഞങ്ങൾ രുദ്രക്കായി കണ്ടുവച്ചിട്ടുണ്ട്. അവളുടെ ഡിഗ്രി കഴിഞ്ഞാൽ അതങ്ങ് നടത്താനാണ് തീരുമാനം. എന്നിട്ട് ഒരു ദിവസം മിസ്റ്റർ രാഹുൽ വീട്ടിൽ വന്നപ്പോൾ അവനോടും ആ കാര്യം ഇവർ തുറന്നു പറഞ്ഞു. നല്ല പയ്യനാണ്, അങ്കിളിന്റെ ഹോസ്പിറ്റലിന്റെ ഡയറക്ടറുടെ മകൻ, നല്ല നിലയിലുള്ളവർ. രുദ്ര എന്ത് പറഞ്ഞു? ചായ എടുക്കാം. വേണ്ട. അങ്ങനെ എന്തായാലും രുദ്രയുടെയും രാഹുലേട്ടന്റെയും ലവ് സ്റ്റോറി അവിടെ തീർന്നു. പിന്നീട് രുദ്രയുടെ പാരന്റ്സ് രുദ്രകായി കണ്ടെത്തിയ അരുണുമായുള്ള ലവ് സ്റ്റോറിയുടെ തുടക്കമായിരുന്നു. അങ്ങനെ അവർ കണ്ടുപിടിച്ച മിസ്റ്റർ അരുൺ വളരെ വലിയ സൽസ്വഭാവിയും സൽഗുണ സമ്പന്നനുമായതുകൊണ്ട് പുള്ളിക്കാരന്റെ കയ്യിൽ നിന്ന് രുദ്രയ്ക്ക് ക്ലാസ് കട്ട് ചെയ്ത് ക്ലബ്ബുകളിലേക്ക് പോവുക, ഡ്രഗ്സ് യൂസ് ചെയ്യുക തുടങ്ങിയ പല നല്ല ശീലങ്ങളും കിട്ടി. ഈ സത്യങ്ങളൊക്കെ വൈകാതെ തന്നെ പാരന്റ്സ് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ സത്യങ്ങൾ മനസ്സിലാക്കിയ പാരന്റ്സ് ഒബ്വിയസ്ലി രുദ്രയെ അതിൽ നിന്നൊക്കെ തടയാൻ ശ്രമിച്ചു. പക്ഷെ അവർക്ക് സാധിച്ചില്ല. അങ്ങനെ തങ്ങളുടെ മകൾ കൈവിട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കിയ പാരന്റ്സിന്റെ മുന്നിൽ പിന്നെ ഒറ്റ വഴിയെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. എന്റെ ബെഡ്റൂമിൽ ആരാ കയറിയത്? മമ്മിയാണ് കയറിയത്. കബോർഡ്, കമ്പ്യൂട്ടർ എല്ലാം നിങ്ങൾ മിസ്പ്ലേസ് ആക്കി. ഫോർ വാട്ട്? ഞാനൊന്നും എടുത്തില്ല മോളെ, ഞാൻ നിന്റെ അമ്മയാണ്. എനിക്ക് എന്റെ ഫ്രണ്ട്സിനെ കാണാൻ പോണം. മോൾ ഒറ്റയ്ക്ക് പോണ്ട, ഞാൻ കൂടെ വരാം. എന്റെ കൂടെ ആരും വരണ്ട. ഞാൻ കാറിലാണ് പോകുന്നത്. മോൾക്ക് പോകേണ്ട സ്ഥലത്ത് മമ്മി ഇറക്കി തരാം. അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം. നീ ആ ബാഗ് എടുത്ത് കാറിലേക്ക് വെക്ക്. എന്റെ പ്രൈവസിയിൽ ആരും ഇടപെടുന്നത് എനിക്കിഷ്ടല്ല. ആരും തെറ്റിദ്ധരിക്കരുത്, മറ്റൊന്നുമല്ല, വെടികൊണ്ട ശേഷമുള്ള ഒരു മനുഷ്യജന്മത്തിന്റെ കരച്ചിലാണ്. നിങ്ങൾക്ക് ആ ശബ്ദം കേട്ട് മറ്റു പലതും തോന്നിയേക്കാം, പക്ഷെ സത്യം അതാണ്. നീ എന്തായി ചെയ്തത്? നമ്മുടെ മോളെ രക്ഷപ്പെട്ടു, ഞാൻ രക്ഷിച്ചു. മാതൃസ്നേഹത്തിന്റെ അങ്ങേ അറ്റമാണ് നമ്മളിവിടെ കണ്ടത്. മകളെ വെടിവെച്ച് കൊന്നാലെന്താ, മകളെ രക്ഷിച്ചല്ലോ, അത് മതി. ഞാൻ നിന്റെ അമ്മയാണ്. ഇനി വളരെ ഷോർട്ടായ ഒരു ഷോർട്ട് ഫിലിമും കൂടി നമുക്ക് കാണാം. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികളുടെ എക്സാമിന്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ റിസൾട്ട് നോക്കി വന്ന ഈ കുട്ടികൾ വേറൊരു കുട്ടിയെ പ്രാങ്ക് ചെയ്യാൻ തീരുമാനിച്ചു. ബാക്കി നിങ്ങൾക്ക് തന്നെ കാണാം. എന്നാ നമുക്ക് അവളെ പറ്റിച്ചാലോ? അതെങ്ങനെ? അവൾ തോറ്റത് നമുക്ക് അവളോട് പറയാം. അടി വന്നോ? ഞാൻ ജയിച്ചു. എന്തായി? എന്തു പറയാനാ, ക്ലാസ്സിൽ എല്ലാവരും ജയിച്ചു, നീ മാത്രം ജയിച്ചില്ല.
എന്തിനാ ചോദിച്ചു അല്ലേ? ഇത്ര ദിവസം കളിച്ച് നടക്കല്ലേ? നിന്നോട് പഠിക്കാൻ പറഞ്ഞ് പഠിക്കാറുണ്ടോ? അടി വെച്ചാ വേണ്ടേ? അപ്പോൾ എന്തായാലും സംഭവത്തിൽ മനം നൊന്ത് ആ കുട്ടി ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. എന്നാലും ഇതിന്റെ BGM ഒക്കെ സെലക്ട് ചെയ്യുന്നവർക്ക് ഒരു ഓസ്കാർ നിർബന്ധമാണ്. കാരണം ആത്മഹത്യ ചെയ്യാൻ പോകുന്ന സീനിൽ കുക്കറി ഷോ BGM ഒക്കെ ഇട്ടിട്ടുണ്ട്. സോറി അമ്മ, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയതാ. ഞങ്ങളവളെ പറ്റിച്ചതാ. തമാശക്കാണെങ്കിൽ കൂടി ഇനി ആരോടും ഇങ്ങനെയൊന്നും ചെയ്യല്ലേ മക്കളെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രത്തോളമായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിന്റെ രണ്ടാം ഭാഗം ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.